എല്ലാവർക്കും നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റിൽ ചില സ്റ്റോക്കുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് റോക്കറ്റ് പോലെ കുതിക്കുന്നത് കണ്ടിട്ടില്ലേ? അതെങ്ങനെയാ സംഭവിക്കുന്നത്? എന്തായിരിക്കും അതിനു പിന്നിൽ? ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ബ്രേക്കൗട്ട് എടുത്ത് കീറി മുറിച്ച് പരിശോധിക്കാൻ പോവാണ്. അപ്പോ തുടങ്ങാലേ? ഇപ്പോ സ്ക്രീനിൽ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം, തേജ് നെറ്റ്വർക്സ്. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിക്കേ. ഒരൊറ്റ ദിവസം കൊണ്ട് വില എങ്ങോട്ടാ പോയേക്കണതെന്ന്. ശരിക്കും ഒരു ഉഗ്രൻ ചാട്ടം അല്ലേ? ഈ ഒരു വലിയ മുന്നേറ്റത്തിന് പിന്നിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 11% കൂടുതൽ, പ്ലസ് 11.21%. ഇതൊരു ചെറിയ സംഖ്യയല്ല കേട്ടോ. ഒരൊറ്റ ട്രേഡിംഗ് ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു നേട്ടം. അത് വെറുമൊരു സാധാരണ സംഭവമല്ല. അവിടെ എന്തോ വലുതായിട്ട് നടക്കുന്നുണ്ട് എന്നതിന്റെ ആദ്യത്തെ സിഗ്നലാണിത്. ഈ സംഖ്യയിൽ നിന്നാണ് നമ്മുടെ അന്വേഷണം തുടങ്ങുന്നത്. ഓക്കേ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ അന്വേഷണത്തിന്റെ ആദ്യ ഭാഗം. നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആ വലിയ മുന്നേറ്റം നടന്ന ദിവസത്തെപ്പറ്റിയാണ്. ആ ഒറ്റ ബ്രേക്കൗട്ട് ക്യാൻഡിൽ. നമുക്കതൊന്ന് സൂക്ഷിച്ചു നോക്കാം. ഈ ചാർട്ടിലെ ആ വലിയ പച്ച മെഴുകുതിരി കണ്ടോ? മാർച്ച് 3-ന് രാവിലെ 421 രൂപയ്ക്ക് ട്രേഡിംഗ് തുടങ്ങിയ സ്റ്റോക്കാണ്. വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ആയപ്പോഴേക്കും 484 രൂപ കടന്നുപോയി. എന്തൊരു കയറ്റമാണെന്ന് നോക്കിക്കേ. ഇതിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൽ ബ്രേക്കൗട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ കുതിച്ചുചാട്ടം വെറുതെ ആകാശത്തുനിന്ന് പൊട്ടിവീണതൊന്നുമല്ല. ഇതിന് കൃത്യമായൊരു പശ്ചാത്തലമുണ്ട്. ആ ബാക്ക് സ്റ്റോറി എന്താണെന്ന് മനസ്സിലാക്കിയാലേ ഈ ബ്രേക്കൗട്ടിന്റെ മുഴുവൻ ചിത്രവും നമുക്ക് കിട്ടൂ. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് പിന്നോട്ട് പോയി നോക്കാം. ഈ ചാർട്ടില് ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെയുള്ള ഭാഗം ഒന്ന് നോക്കിക്കേ. ആദ്യം വില ഇങ്ങനെ തുടർച്ചയായി താഴോട്ട് വരുന്ന ഒരു ഡൗൺ ട്രെൻഡ് കാണാം അല്ലേ? അതിനുശേഷം എന്തുപറ്റി? വില വലിയ മാറ്റമൊന്നുമില്ലാതെ ഒരു പെട്ടിക്കുള്ളിൽ കളിക്കുന്നതുപോലെ ഒരു റേഞ്ചിൽ ഇങ്ങനെ ഒതുങ്ങി നിന്നു. ഇതിനെയാണ് ടെക്നിക്കൽ ഭാഷയിൽ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഒരു വലിയ ചാട്ടത്തിനു മുൻപ് സ്റ്റോക്ക് ഒന്ന് ശ്വാസമെടുത്ത് ശക്തി സംഭരിക്കുന്ന ഒരു ഘട്ടമാണിത്. ഈ കൺസോളിഡേഷൻ പീരീഡ് ശരിക്കും ഒരു പ്രഷർ കുക്കർ പോലെയാണ്. അകത്ത് പ്രഷറിങ്ങനെ കൂടിക്കൂടി വരും. എന്നിട്ടോ അവസാനം ഒറ്റയടിക്ക് ഒരു സ്ഫോടനത്തോടെ പുറത്തേക്ക് ചാടും. സ്റ്റോക്ക് പ്രൈസിന്റെ കാര്യവും അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കൺസോളിഡേഷനു ശേഷം വരുന്ന ബ്രേക്കൗട്ടുകൾക്ക് ഇത്രയധികം ശക്തിയുണ്ടാകുന്നത്. ശരി, ഇനി നമുക്ക് ശരിക്കുള്ള ഡിറ്റക്റ്റീവ് പണി തുടങ്ങാം. ഈ ബ്രേക്കൗട്ട് വരുന്നതിനു മുൻപ് എന്തെങ്കിലും സൂചനകൾ ഈ ചാർട്ടിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നോ? നമുക്ക് ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകൾ എന്താണ് പറയുന്നതെന്ന് ഒന്ന് പരിശോധിക്കാം. തെളിവുകൾ കണ്ടെത്താൻ പറ്റുമോന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ തെളിവ് വോളിയം. എന്താണ് ഈ വോളിയം? സിമ്പിളായി പറഞ്ഞാൽ ഒരു ദിവസം എത്ര ഷെയറുകൾ വാങ്ങി എത്ര വിറ്റു എന്നതിന്റെ കണക്കാണ്. ഒരു കാര്യം ഓർക്കുക, വില മുകളിലേക്ക് പോകുമ്പോൾ വോളിയവും കൂടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ മുന്നേറ്റത്തിന് നല്ല സ്ട്രോങ് സപ്പോർട്ടുണ്ടെന്നാണ്. അതായത് ആളുകൾക്ക് നല്ല താൽപ്പര്യമുണ്ട്. ഇനി ആ ബ്രേക്കൗട്ട് നടന്ന ദിവസത്തെ വോളിയം ബാറിലേക്ക് നോക്കിക്കേ. ചാർട്ടിന്റെ താഴെ കാണുന്ന ആ ഭീമൻ ബാർ. അന്ന് മാത്രം ട്രേഡ് ചെയ്യപ്പെട്ടത് ഏകദേശം 143 മില്യൺ ഷെയറുകളാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത് സാധാരണ കാണുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. ഇവിടെ കളിക്കുന്നത് നമ്മളെപ്പോലുള്ള ചെറിയ റീറ്റെയിൽ നിക്ഷേപകരല്ല, വലിയ പണമിറക്കുന്ന സ്ഥാപനങ്ങളാണ്. കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല. ആ ഒറ്റ ദിവസത്തെ വോളിയം 143 മില്യൺ. അതിന്റെ തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ ഈ ശരാശരി വോളിയം എത്രയായിരുന്നെന്നറിയാമോ? വെറും 18 മില്യൺ. അതായത് ഏകദേശം 8 ഇരട്ടി വർധനവ്. അപ്പോൾ ഇത് വെറും ഒരു കാറ്റും കോളുമല്ല, ശരിക്കും ഒരു സുനാമി തന്നെയാണെന്ന് ഈ കണക്കുകൾ അടിവരയിട്ട് പറയുന്നു. ഓക്കെ, നമ്മുടെ അടുത്ത തെളിവ് RSI, അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. ഇതിനെ ഒരു വണ്ടിയുടെ സ്പീഡോമീറ്റർ പോലെ കരുതാം. വിലയുടെ ചലനത്തിന്റെ വേഗതയും ശക്തിയും അളക്കുന്നൊരു ടൂള്. സാധാരണയായി RSI 70-ന് മുകളിലാണെങ്കിൽ അതിനർത്ഥം ആ സ്റ്റോക്ക് വാങ്ങാൻ ആളുകൾ ഇടിച്ചു കയറുന്നുവെന്നാണ്. ടെക്നിക്കൽ ഭാഷയിൽ നമ്മളിതിനെ ഓവർബോട്ട് എന്ന് പറയും. നമ്മുടെ കേസ് സ്റ്റഡിയിൽ എന്തു പറ്റി? ആ ബ്രേക്കൗട്ട് നടന്ന ദിവസം RSI 78-ന് മുകളിലേക്ക് കുതിച്ചുയർന്നു. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് വെറുതെ കാറ്റിൽ പറന്നുയർന്ന ഒരു വിലയല്ല. ഇതിന് പിന്നിൽ നല്ല ഉറച്ച മൊമെന്റമുണ്ട് എന്ന് ഈ ഇൻഡിക്കേറ്റർ വീണ്ടും നമ്മളോട് പറയുകയാണ്. ഇതുകൊണ്ടും തീർന്നില്ല. ചാർട്ടിലുള്ള മറ്റു പ്രധാന ഇൻഡിക്കേറ്റേഴ്സ് നോക്കൂ. MACD, സൂപ്പർ ട്രെൻഡ്, പിന്നെ മൂവിംഗ് ആവറേജുകൾ. ഇതെല്ലാം ഒരേ കാര്യം തന്നെയാണ് വിളിച്ചു പറയുന്നത്. മാർക്കറ്റ് ബുള്ളിഷാണ്. അതായത് വിലയുടെ ദിശ മുകളിലേക്കാണ്. ഇത്രയധികം ഇൻഡിക്കേറ്ററുകൾ ഒരേ സമയം ഒരേ സിഗ്നൽ തരുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സൂചനയാണ് കേട്ടോ. അപ്പോ നമ്മൾ ഇതുവരെ ശേഖരിച്ച തെളിവുകളൊക്കെയൊന്ന് കൂട്ടിവെച്ച് നോക്കിയാലോ? 1. പ്രൈസ് ആക്ഷൻ ഒരു കിടിലൻ ബ്രേക്കൗട്ട് തന്നു. 2.
വോളിയം അസാധാരണമാംവിധം കൂടുതലായിരുന്നു. 3 RSI നല്ല സ്ട്രോങ് മൊമെന്റം കാണിച്ചു. 4 മറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ബുള്ളിഷ് സിഗ്നല് തന്നു. ഇതെല്ലാം കൂടി ചേരുമ്പോൾ വളരെ വ്യക്തമായൊരു ചിത്രം നമുക്ക് മുന്നിൽ തെളിയുന്നുണ്ട്, അല്ലേ? ഓക്കേ, നമ്മുടെ അനാലിസിസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ അറിവൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ഇതൊരു ട്രേഡിംഗ് പ്ലാനാക്കി മാറ്റുന്നത്? നമുക്ക് നോക്കാം. ട്രേഡിംഗിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴും ശരിയാവുക എന്നതല്ല പ്രധാനം, മറിച്ച് നമ്മുടെ നഷ്ടസാധ്യത എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. നമ്മൾ തെറ്റാണെന്ന് തെളിഞ്ഞാൽ എന്തു ചെയ്യണം എന്നതിന് നമുക്കൊരു പ്ലാൻ വേണം. ഏതൊരു ബേസിക് ട്രേഡിംഗ് പ്ലാനിനും 3 ഭാഗങ്ങളുണ്ട്. 1 എൻട്രി, അതായത് എവിടെ വെച്ച് ട്രേഡിലേക്ക് കടക്കണം. 2 സ്റ്റോപ്പ് ലോസ്, എവിടെ വെച്ച് നമ്മുടെ നഷ്ടം പരിമിതപ്പെടുത്തണം. 3 ടാർഗറ്റ്, എവിടെ വെച്ച് ലാഭമെടുക്കണം. നമ്മുടെ ഈ ചാർട്ട് വെച്ച് ഇത് 3ഉം എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എൻട്രി. ആ ബ്രേക്കൌട്ട് നടന്ന ദിവസം മാർക്കറ്റ് അവസാനിക്കുന്ന സമയത്ത് ആ മുന്നേറ്റം ഉറപ്പിച്ചതിനു ശേഷം എൻട്രി എടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ ചാർട്ട് അനുസരിച്ച് ആ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസായ 484.70 രൂപയുടെ അടുത്ത് ഒരു എൻട്രി പരിഗണിക്കാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇത് തന്നെയാണ്: സ്റ്റോപ്പ് ലോസ്. നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റിയാൽ എന്തു ചെയ്യും? അതിനുള്ള ഉത്തരമാണിത്. ഒരു സേഫ്റ്റി നെറ്റ് പോലെ. ഈ കേസിൽ ആ ബ്രേക്കൌട്ട് നടന്ന ദിവസത്തെ ഏറ്റവും താഴ്ന്ന വിലയ്ക്ക്, അതായത് 405.99 തൊട്ട് താഴെയായി ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് വളരെ ലോജിക്കലാണ്. കാരണം വില വീണ്ടും അത്രയും താഴെ പോയാൽ ഈ ബ്രേക്കൌട്ട് പരാജയപ്പെട്ടുവെന്ന് നമുക്ക് ഉറപ്പിക്കാം. അവസാനത്തെ സ്റ്റെപ്പ് നമ്മുടെ ടാർഗറ്റ്, അതായത് എവിടെ വെച്ച് ലാഭം ബുക്ക് ചെയ്യണം. ഈ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ മുൻപ് വില പലതവണ തട്ടി തിരികെ പോയ ഒരു ലെവല് കാണാം, ഏകദേശം 502.95. ഇതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ലെവലെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു ലോജിക്കൽ ഫസ്റ്റ് ടാർഗറ്റാണ്. വില അവിടെ എത്തുമ്പോൾ കുറച്ച് ലാഭമെടുക്കുന്നത് എപ്പോഴും നല്ലൊരു പ്ലാനാണ്. അപ്പോ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം: നമ്മളിവിടെ ചെയ്തത് ഭാവി പ്രവചിക്കുകയല്ല. അതൊരിക്കലും സാധ്യമല്ല. പകരം നമ്മുടെ കയ്യിലുള്ള ഡാറ്റ വെച്ച് സാധ്യതകളെ നമുക്ക് അനുകൂലമാക്കാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് ചെയ്തത്. ഇതാണ് ശരിക്കും ഒരു ട്രേഡിംഗ് പ്ലാൻ. വെറുതെ ഊഹിച്ച് ട്രേഡ് ചെയ്യുന്നതും ഇങ്ങനെ പ്ലാനോടുകൂടി ചെയ്യുന്നതും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു ചാർട്ട് നമ്മളോട് പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളുടെ ഒരു കഥയാണ്. ആ കഥയിലെ ഡാറ്റ വെച്ച് നമുക്ക് മുന്നോട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കാം. പക്ഷേ ഓർക്കുക, ഭാവി എപ്പോഴും അനിശ്ചിതമാണ്. ആർക്കും അത് പ്രവചിക്കാനാവില്ല. അപ്പോ ഈ ഒരു അറിവ് വെച്ച് നിങ്ങളുടെ അടുത്ത നീക്കം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. അടുത്തൊരു വിശകലനവുമായി വീണ്ടും കാണാം.